ഹലോ ഗായ്സ്, ഐ ആം മനസി. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്, നമുക്കറിയാം LBSൻ്റെ ആപ്ലിക്കേഷൻ ഡേറ്റ് പറഞ്ഞിരുന്നത് 20 വരെ ആയിരുന്നു, അതായത് ജൂലൈ 20 വരെ. അത് എക്സ്റ്റെൻഡ് ചെയ്ത് ജൂലൈ 22 മാറ്റിയിട്ടുണ്ട്. നമുക്കറിയാം ഇപ്പോൾ നീറ്റിൻ്റെ എല്ലാ റിസൾട്ട് വന്നു. അപ്പോൾ അവിടെ നിന്ന് നീറ്റ് ലഭിച്ചില്ലെങ്കിൽ നഴ്സിംഗ് അല്ലെങ്കിൽ മറ്റ് പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് പോകാം എന്ന് വിചാരിച്ചിരിക്കുന്നവർക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈം കൂടെയാണിത്. അപ്പോൾ എന്തായാലും ഇനിയും താല്പര്യമുള്ളവർ അപേക്ഷിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ, അതായത് 22 തീയതി വരെ നമുക്ക് ടൈമുള്ളൂ, അതിനുള്ളിൽ തന്നെ അപ്ലൈ ചെയ്യാം. ഇനി ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം ഇത് 22 തീയതിക്ക് ശേഷം റാങ്ക് ലിസ്റ്റ് വന്ന് അലോട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ എന്നോട് കുറേ പേര് ഡൗട്ട് ചോദിച്ചായിരുന്നു, അതായത് ഒരു കോളേജ് നമുക്ക് കിട്ടി, അവിടെ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ആ കോളേജിൽ നിന്ന് മാറാൻ പറ്റുമോ? അപ്പോൾ അങ്ങനെ, അതായത് കോളേജ് ട്രാൻസ്ഫറിനെ കുറിച്ചും കാര്യങ്ങളുമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ LBSലെ കാര്യം എടുക്കാം. LBSൽ നമുക്കൊരു കോളേജ് ഫസ്റ്റ് ഓപ്ഷൻ ലഭിച്ചു. അവിടെ നമുക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ടോക്കൺ ഫീ അടച്ച് ഹയർ ഓപ്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യാം. സെക്കൻഡ് അലോട്ട്മെൻറ്റിലും അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളൊരു കോളേജ് ലഭിക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെയും ഹയർ ഓപ്ഷൻ കൊടുത്ത് വെയിറ്റ് ചെയ്യാം. അതായത് നമുക്ക് ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ മസ്റ്റായും ടോക്കൺ ഫീ അടയ്ക്കണം, അല്ലെങ്കിൽ നമ്മൾ അലോട്ട്മെൻറ്റിൽ നിന്ന് പുറത്താക്കപ്പെടും. ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നമുക്കൊരു കോളേജ് ലഭിച്ചു, അവിടെ നമ്മൾ ടോക്കൺ ഫീ അടച്ചു, ജോയിൻ ചെയ്യേണ്ട. ടോക്കൺ ഫീ അടച്ചതിന് ശേഷം നമ്മൾ വെയിറ്റ് ചെയ്യുക. സെക്കൻഡ് അലോട്ട്മെൻറ്റ് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കോളേജ് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ടോക്കൺ ഫീ ഒന്നും അടയ്ക്കണം. നമ്മൾ അടച്ച ടോക്കൺ ഫീ ആ കോളേജിലോട്ട് ട്രാൻസ്ഫർ ആയിക്കോളും. പിന്നീട് നമുക്ക് ഇഷ്ടപ്പെട്ട കോളേജിൽ ചെന്ന് ജോയിൻ ചെയ്യുക. അങ്ങനെയാണ് LBSലെ പ്രൊസീജിയർ വരുന്നത്. പിന്നെ AMC FNCKയിലും അതുപോലെ തന്നെയാണ്. അതായത് നമുക്ക് ഒരു കോളേജ് ഓപ്ഷൻ വെച്ച് അതായത് നമുക്കൊരു 15 കോളേജസാണ് സെലക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നത്. നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചു. ഇനി അതിന് ശേഷം നമ്മൾ അലോട്ട്മെൻറ്റ് തുടങ്ങി. ആദ്യത്തെ അലോട്ട്മെൻറ്റ് നമുക്ക് ലഭിച്ചു, അവിടെ നമ്മൾ ടോക്കൺ ഫീ അടയ്ക്കുക. എന്നിട്ട് നമുക്ക് ആ കോളേജ് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? വെയിറ്റ് ചെയ്യുക, അടുത്തൊരു അലോട്ട്മെൻറ്റിൽ കോളേജ് ലഭിക്കുന്നവരെ. എന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട കോളേജ് ലഭിക്കുന്ന ടൈമിൽ അവിടെ ചെന്ന് ജോയിൻ ചെയ്യുക. ഇനി ഇപ്പോൾ LBSലൊരു കാര്യം പറയാൻ വിട്ടുപോയായിരുന്നു. LBSൽ നമുക്ക് അഡ്മിഷൻ ലഭിച്ചു, നമ്മൾ ടോക്കൺ ഫീ അടച്ചു, പക്ഷേ കോളേജ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് നമ്മൾ ജോയിൻ ചെയ്യാൻ പോയില്ല എന്ന് വയ്ക്കുക. അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ അഡ്മിഷൻ പ്രൊസീജിയറിലെ നമ്മൾ ടോക്കൺ ഫീ മാത്രം അടച്ച് ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ടോക്കൺ ഫീ റീഫണ്ട് ചെയ്ത് കിട്ടും. അങ്ങനെ തന്നെയാണ് AMC FNCKയിലും ആ ടോക്കൺ ഫീ നമുക്ക് റീഫണ്ട് ചെയ്ത് കിട്ടും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അഡ്മിഷൻ അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് പ്രൊസീജിയേഴ്സ് മുഴുവൻ കഴിഞ്ഞതിന് ശേഷം റീഫണ്ടിനുള്ള ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇനി വരുന്നതാണ് PNC MAC. അതായത് നമുക്ക് കുറേ പേരെന്നോട് ചോദിക്കുന്നുണ്ട്, PNC MACൽ അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് LBSലോട്ട് LBSൽ വേറൊരു കോളേജ് ലഭിക്കുമ്പോൾ അവിടേക്ക് മാറാൻ പറ്റും. PNC MACൽ മാറാൻ പറ്റുന്നത് ഓരോ കോളേജിനും അനുസരിച്ചിരിക്കും. അതായത് ഇപ്പോൾ PNC MACൽ ഒരു കോളേജ് ലഭിച്ചു, നമുക്ക് LBSൽ അതിലും നല്ലൊരു കോളേജ് ലഭിച്ച് അങ്ങോട്ട് മാറണമെന്നുണ്ടെങ്കിൽ ഈ PNC MACൽ തന്നിരിക്കുന്ന കോളേജിൽ നിന്ന് നമുക്ക് NOC സർട്ടിഫിക്കറ്റ്, അതായത് നോൺ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് നമുക്ക് അവർ തന്നെങ്കിൽ മാത്രമേ നമുക്ക് വേറൊരു കോളേജിലോട്ട് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അഡ്മിഷൻ എടുക്കാൻ പോകുന്ന ഒരു ടൈമിൽ നമ്മൾ ഈ ഒരു NOCയെക്കുറിച്ച്, അത് തരുമോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് കൂടുതലായും ചോദിച്ച് മനസ്സിലാക്കണം. അതായത് ഇപ്പോൾ എങ്ങനെ അഡ്മിഷൻ ലഭിക്കുകയാണെങ്കിലും നമ്മൾ ടോക്കൺ ഫീ അടച്ചിടുക, നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ജോയിൻ ചെയ്താൽ മതി. എന്നിട്ട് നമുക്ക് ഹയർ ഓപ്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യാവുന്നതാണ്. ടോക്കൺ ഫീ അടയ്ക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അലോട്ട്മെൻറ്റിൽ നിന്നും പുറത്താക്കപ്പെടും. ബാക്കി ഫീസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാമായിട്ടുള്ളൊരു വീഡിയോ ഞാനിതിന് തൊട്ട് മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ടുണ്ട് ഫീസിൻ്റെ കാര്യത്തിലെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ചെന്ന് കാണുക കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബായ്.